അങ്ങനെ നമ്മൾ ആലുവയിലെ ഒരു അമ്പലത്തിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നൈറ്റ് സ്റ്റേ എന്നാ പറഞ്ഞത്. നമ്മൾ ആലുവയിലെ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഏത് അമ്പലമാണ്? ശിവക്ഷേത്രം. ഗൈസ്, ആലുവയിലെ ശിവക്ഷേത്ര അമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നൈറ്റ് സ്റ്റേ ഇവിടെയാണ്. എന്നിട്ട് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി രാവിലെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുള്ളൂ. രാവിലെ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടാ പോണേ? ചോറ്റാനിക്കര. ഗൈസ്, രാവിലെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി പോകാനാണ്. അപ്പോൾ നൈറ്റ് എന്തായാലും സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ടിട്ട് ഒരു ചായ കുടിച്ച് നേരെ കിടന്നുറങ്ങാം. അപ്പോൾ ഫുള്ളിനി അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, ഇത് ഈ അമ്പലത്തെ എന്ന് പറയുന്നത് ഈ ഹൈറ്റില്, ഈ ഹൈറ്റ് വരെ മുങ്ങിപ്പോകുന്നാണ് പറയുന്നത്. ഫുള്ള് മഴക്കാലത്ത് നല്ലോണം മഴ പെയ്താൽ മുങ്ങിപ്പോവും. ഗൈസ്, ഈ കാണുന്ന അമ്പലമില്ലേ ഇവിടെ, ഇതിൻ്റെ തൊട്ടടുത്ത് അത് പുഴ എന്താ ചേട്ടാ? അത് കുളമാ? പുഴ. ഗൈസ്, അതോ തൊട്ടപ്പുറത്ത് പുഴ കാണുന്നില്ലേ? അത് പുഴയാണ്. സോ ഇവിടെ നല്ലോണം മഴ പെയ്യുന്ന ടൈമിൽ, റെയിനി സീസണിൽ ആ പുഴയൊക്കെ നിറഞ്ഞ് ഈ അമ്പലമൊക്കെ നിറഞ്ഞ് ഫുള്ള് ഈ അമ്പലത്തിൻ്റെ ഈ ടോപ്പ് കണ്ട ഈ ഹൈറ്റ് വരെ മുങ്ങിപ്പോകുന്ന പറയുന്നത്. സോ അങ്ങനെയൊക്കെയാണ്. എന്തായാലും കൊള്ളാം, മുങ്ങിപ്പോകുന്ന അമ്പലമാണ്. ഓ, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ പുഴയിലോട്ട് പോവാം. നമുക്ക് പുഴയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പുറത്ത് അവിടെ അങ്ങ് ദൂരെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ പോകുന്നത് കണ്ട. സോ ഇതോ ട്രെയിനൊക്കെ പോകുന്നത്. ഈ ആലുവയിലെ അമ്പലത്തേക്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഓ, ഇവിടെയാണല്ലേ കുളിച്ചിട്ട് രാവിലെ എണീറ്റ് പോകുന്നേ. ഓ നൈസ്. നൈസ്. അങ്ങനെ ഇവിടെ രാവിലെ കുളിച്ചിട്ട് എന്നിട്ട് ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. മീനുണ്ടോ എന്തോ. ഓ, ഈ ബ്രിഡ്ജാണോ? കൊള്ളാല്ലേ. അതിൻ്റെ മേലെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം, പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ബലിയിടുന്ന എലി, എലിയെ പെരിച്ചാഴി, പെരിച്ചാഴി. ആ, ഇത് പെരിച്ചാഴിക്ക് പാലത്തേക്ക് കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറിയിട്ട് വരാം. സുരേട്ടൻ പറഞ്ഞു നേരെ പാലത്തിന്റെ മുകളിൽ കയറാം. ഓക്കെ, നമുക്ക് നേരെ പാലത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. ഒന്നും പറയില്ല, വ്യൂ കാണാൻ അടിപൊളിയായിട്ട്. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം വ്യൂ ആണ്. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ ആ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാലത്തിന്റെ അപ്പുറത്ത് എത്തിയിട്ട് ഫുള്ള് താഴത്തെ വ്യൂസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അവിടെ മാത്രമല്ല അതിന്റെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഈ ബ്രിഡ്ജിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് വല്ലതും അറിയണമെങ്കിൽ നമുക്ക് സുരേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, സുരേട്ടൻ ഇൻഫോർമേറ്റീവ് ആയിട്ട് വല്ലതും പറയും ബ്രിഡ്ജിനെ കുറിച്ച്. ഇതിഹാസം പറ. ഇത് പണ്ട് എന്താ പട്ടം ഉണ്ടാ പറഞ്ഞ? പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നേരത്തെ എന്താ പറയണ്ടായിരുന്നില്ല? എന്തോ പട്ടം ഉണ്ടാ? അത് തോണി കടത്തുന്നത്. തോണി കടത്തുന്നല്ല, പിന്നെ അത് മരപ്പാളം പോലെ പാലായിരുന്നു, ചങ്ങാടം പോലെ. സമയം മാത്രം മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കടവ് നമ്മള് ബ്രിഡ്ജിനെ കുറിച്ച് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ലെങ്ത് 200 മീറ്റർ ആണ്. ഈ ബ്രിഡ്ജിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഓവറോൾ വെഡ്ത്ത് എന്ന് പറയുന്നത് 7.20 meters ഉണ്ട്. സോ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 7.20 meters ആണ്. കൊള്ളാം കേട്ടോ. ഫൗണ്ടേഷൻ വന്നിട്ട് 5 ഫൗണ്ടേഷൻ.
മൊണാലിസ. ഓ മറ്റേ റീൽസിലൊക്കെ ക്ലിക്ക് ആയി പെണ്ണ്. നേരത്തെ എന്ത് പറഞ്ഞല്ലോ? വഞ്ചി പറഞ്ഞപ്പോ ആൾക്കാര് പാലം പണിതു. ആദ്യം വേറെ വഞ്ചിയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വഞ്ചി പറഞ്ഞിട്ടാണ് പാലം പണിതത്. ഈ പാലം എന്താണെന്ന് എനിക്കറിയില്ല. അല്ല പണ്ട് വേറെ പാലം നടപ്പാലം പണ്ട് തൊട്ടേ ബലിയിടാൻ ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയിട്ട് കിടന്നിറങ്ങാം. ഗൈസ്, ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പറ്റിയ ഒരാൾ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം തുടങ്ങി ഇവിടുത്തെ ദയിപ്പിച്ചുള്ള അസ്ഥികളാണ് ഈ കിടക്കുന്നത്. പട്ട് കുടം എല്ല് ഇതൊക്കെ കിടക്കുന്നത്. ഞാൻ അവിടെ കുറെ കുടങ്ങളൊക്കെ ചെറിയ ചെറിയ കുടങ്ങൾ ദയിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ബലിയിടാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എറിഞ്ഞിട്ട് പോണ സംഭവങ്ങളാണ്. അതിനുള്ള സംഭവമാണ് അത്. പൂജയും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ പണ്ടത്തെ വഞ്ചി അവിടുന്ന് വഞ്ചിയിൽ കയറും, എന്നിട്ട് ഇവിടെ കൊണ്ട് ഇറക്കും. അന്ന് ഈ പാലം ഇല്ല, പിന്നെ വളർന്നതാ. ഇപ്പൊരു എത്ര കൊല്ലായി? 4 കൊല്ലായി ഉണ്ടാവും. ഏത് ഈ പാലം വളർന്നില്ല? അത്ര തന്നെ അതിന്റെ ഉള്ളു. 4 കൊല്ലത്തിന്റെ തന്നെ ആയിട്ടുള്ളൂ. അപ്പൊ പണ്ട് തൊട്ടേ ഉള്ളതാണിത്. ഈ പാലില്ലേ? അല്ല പാലല്ല, എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അസ്ഥിയൊക്കെ ഒഴുക്കുന്നത് പണ്ട് തൊട്ടുള്ളതാണ്. നമ്മുടെ തിരുവല്ലാമലയിലേക്ക് വീണില്ലേ, ഭാരതപ്പുഴയിൽ. അപ്പൊ പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതായിരുന്നു. അപ്പൊ അപ്പുറത്തുനിന്ന് ആൾക്കാരെ വഞ്ചിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ശിവരാത്രിക്ക്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പാലൊക്കെ ഇപ്പൊ ആയി വന്നത്. വഞ്ചിയിലാകുമ്പോ അന്ന് വെള്ളം കുറവുമ്പോ എപ്പോഴും ഇതിലെ കടക്കാൻ പറ്റില്ല. വഞ്ചി മറയിലും ഇതൊക്കെ ആയതുകൊണ്ട് ഈ അമ്പലം നല്ലോണം മഴക്കാലൊക്കെ വരുമ്പോ വെള്ളമൊക്കെ നിറഞ്ഞ അമ്പലം ഏകദേശം മുങ്ങുന്നൊക്കെ പറഞ്ഞ ശിവരാത്രിക്ക് ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ വരില്ലേ, ഇഷ്ടമാര് വഞ്ചികളുണ്ടാവും. ആ വഞ്ചിയിൽ ഇങ്ങോട്ട് വരിക. അത് തുഴഞ്ഞിങ്ങനെ ആ പകുതി എത്തുമ്പോ നിർത്തും. അപ്പൊ എന്നിട്ട് നമ്മളിന്ന് പൈസ മേടിക്കും. എന്നിട്ട് 2-5 രൂപയൊക്കെ ഉള്ളു. അങ്ങനെ മേടിക്കും. പണ്ട് തൊട്ടേ ഉള്ളൊരു അമ്പലമാണ്. കുട്ടാട്ടനൊക്കെ എണീറ്റ് അവിടെ മാറൂ. ലക്ഷ്മിക്ക് വഴിയൊരുക്കൂ, ലക്ഷ്മിക്ക് വഴിയൊരുക്കി കൊടുക്കൂ. ജലജ നീ വരുന്നില്ലേ വെള്ളം കുടിക്കാൻ? ജലജ അപ്പുറത്ത് നിൽക്കുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കും. നമ്മൾ പോയി ചായ കുടിച്ച് ബജ്ജ് വ്ലോഗ് ആക്കിയാലോ നോക്കിയതാ. അപ്പൊ നമ്മള് നേരെ ചായ കുടിക്കാൻ പോണേ. നന്നായിട്ടില്ലേ ചേട്ടാ? ഇതിനെ തൊടണ്ട. അപ്പുറത്തൊരു ഭീമം പശു ഉണ്ട്, അതിനെ തൊടുവോ? അടിപൊളിയല്ല? ചെമ്പനൊക്കെ ആയിരിക്കണം. ചേട്ടാ പറന്ന് ഓടി വരും ചെമ്പനും കിങ്ങണിയൊക്കെ. അപ്പൊ അവിടെ ബജ്ജും വടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ട് വന്നാ. ഓക്കെ, ഇപ്പൊ ഈ സമയത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. മുഴുക്കും ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, പിന്നെ ഒരു കാപ്പിയും പറഞ്ഞു. ഇതൊക്കെ ഉള്ളു. ഞാൻ ബജ്ജി വ്ളോഗൊക്കെ ഇടാന്ന് വിചാരിച്ചു, അതില്ലാത്തോണ്ട് ഇതിൽ ഒതുക്കി. അപ്പൊ ഇനി നാളെ രാവിലെ വരെയും കിട്ടാൻ നോക്കാം. കേട്ടോ? അപ്പൊ ബജ്ജി കിട്ടിയില്ല, എന്താ പറയാനുള്ള? കിട്ടിയില്ല, കിട്ടിയ അവിടെ പറ്റിച്ച് ബിസ്ക്കറ്റ് തരാൻ പറഞ്ഞിട്ട് ചോദിച്ചപ്പോ വേണ്ടെന്ന് കണ്ട. എന്നോടൊരാളും കാര്യം പറയുമ്പോ ഞാൻ ചെയ്യില്ലേ?
അടുത്ത പോയിട്ട് കൊടുത്തില്ല കൊണ്ടുവരട്ടെ എന്തുകൊണ്ട് കൊടുത്തില്ല അത്